Hello guys, welcome to Yasim Vlogs family. അപ്പോൾ യാസിം വ്ളോഗ്സ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഉള്ളൊരു കുട്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളുടെ റഷ്യത്തെ വിക്ടറി ഡേ ആണ്. അതായത് ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഏറ്റുമുട്ടി ഇവർക്ക് ഫ്രീഡം കിട്ടിയ ഒരു വിക്ടറി ഡേ ആണ് ഇന്ന്. റഷ്യൻ്റെ മെയ് 9 വിക്ടറി ഡേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു വിക്ടറി ഡേ, അവരുടെ കൾച്ചർ, എവ്രിതിങ് ഐ എം ഗോണ ഷോ യു ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റിംഗ് ടു ദ വീഡിയോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായി വീഡിയോ എടുത്തിട്ട്, അതുകൊണ്ട് ആ ടച്ചും കാര്യങ്ങളൊക്കെ വിട്ടുപോയി ഗൈസ്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ഇനി പഴയ പോലെ ഒന്ന് തട്ടിക്കൊട്ടി എല്ലാം എടുക്കണം. അപ്പം ഇവിടെ വിക്ടറി ഡേയുടെ എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളി നമുക്ക് പ്രൊട്ടക്ഷനും കാര്യങ്ങളും ആണ്. അപ്പം ഇനി നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മളുടെ ഷിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. മിലിറ്ററി ഷിപ്പ്. ക്യാമറമാൻ പ്ലീസ് സൂം ഇറ്റ്. ഓക്കെ, ക്യാമറമാൻ ആക്ച്വലി മലയാളിയല്ല, ഹീസ് ഫ്രം ഡൽഹി. വരുൺ എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പൊതുവെ എല്ലാവരെയും പിന്നെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയി കാണാം. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മുടെ വിക്ടറി ഡേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് റഷ്യത്തെ വിക്ടറി ഡേ ആണ്. അപ്പം നമുക്കിവിടെ മിലിറ്ററീൻ്റെ പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെൻ്റെ ജൂനിയർ കേട്ടോ, വെങ്കട്ട്. നമ്മൾ ടാക്സി പോയിക്കൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ കൂടെ ഹാരിക എല്ലാം ഉണ്ട്. അവർ വേറെ ടാക്സിയിലാണ്, കൊള്ളത്തില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു ഹോസ്റ്റലിലാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കയറി വന്നേ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ടാക്സി. ഗായ്സ്, എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. ഞാൻ കൊടുത്ത അഡ്രസ്സ് തെറ്റായിരുന്നു. അപ്പോൾ വേറൊരു സ്റ്റേഡിയം പോലത്തെ സ്ഥലത്തിലാണ് അത് വന്ന് നിന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ടത് റിവർ സൈഡിലാണ്. മിലിറ്ററി പരേഡൊക്കെ അവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ഇവിടുന്ന് വേറെ ടാക്സി, ഇവിടുന്ന് ആക്ച്വലി 1 കിലോമീറ്റർ ഉള്ളൂ. ഇവിടുന്ന് ടാക്സി പിടിച്ചിട്ട് വീണ്ടും അങ്ങോട്ട് പോവാന്ന് വെച്ച്. അപ്പോൾ നമ്മൾ വീണ്ടും ടാക്സി പിടിച്ചിട്ട് പോവാണ്. കണ്ടോ, ഞാൻ കൊണ്ട് നിർത്തിയത് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ഒരു കൾച്ചറൽ സെൻറ്ററിലാണ്. കണ്ടോ? ഓക്കെ, കണ്ടില്ലേ നമ്മളെ മഞ്ഞക്കുരുകി. ഇതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ, ജൂനിയറാണ്, വെങ്കട്ട് പേര് അല്ലേ. ഹലോ ഹലോ പറ, സേ ഹായ്. ഹലോ. ഓക്കെ, കണ്ടില്ലേ ഗൈസ്? നമ്മളെ ടാക്സി വന്നു ഗൈസ്. ഇതാണ് ടാക്സി, യാൻഡെക്സ് ആണ്. നമ്മൾ ടാക്സി കയറി 1 കിലോമീറ്ററിനാണ് ടാക്സി കയറി പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫുള്ള് വിക്ടറി ഡേ ആയതുകൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സൂപ്പർ. ഇതാണ് സമ്മറിയിലത്തെ നമ്മളുടെ റഷ്യ. ഓക്കെ, പുള്ളിക്കാരൻ റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണ്. നമുക്കിനി വിക്ടറി ഡേ കാണാം. നല്ല ഭംഗിയുണ്ട്, എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് റഷ്യൻ്റെ ഫ്ലാഗ് വെച്ചിട്ട്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ടാക്സി ഇറങ്ങി. ഇപ്പോൾ വിക്ടറി ഡേ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സമ്മറിൽ നമ്മളുടെ റഷ്യ നോക്കിക്കോ. നിങ്ങൾക്ക് ആ സ്ഥലം ഓർമ്മ ഉണ്ടോയെന്ന് അറിയത്തില്ല. ആ സ്ഥലം എന്താ പറയുക, നമ്മളെ ന്യൂ ഇയറിലൊക്കെ നമ്മളവിടെ നിന്ന് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കംപ്ലീറ്റ് അവർ തീമെല്ലാം മാറ്റി സമ്മറിനെ വെൽക്കം ചെയ്യുന്നൊരു തീമാക്കി മാറ്റി. കണ്ടോ, ഫുള്ള് അരിവാൾ ചുറ്റിക നക്ഷത്രം, റെഡ് കമ്മ്യൂണിസ്റ്റിൻ്റെ കൊടിയെല്ലാം ഉണ്ട്. നമുക്കതാട്ടോ
അത് കണ്ടപ്പോൾ അതാ മനസ്സിലായേ. ഇനി നിങ്ങൾക്ക് എന്താ മനസ്സിലായതെന്ന്, അതെന്താ പാർട്ടി എന്നും കമൻറ്റ് ചെയ്യുക ഫുള്ള്. കാരണം ഇവിടെ മൊത്തം അരിവാൾ ചുറ്റിക നക്ഷത്രം പോലത്തെ കൂടിയാണ്. റെഡാണ്, കമ്മ്യൂണിസ്റ്റിൻ്റെ ആൾക്കാരാണെന്നാണ്. പോലീസും ഭയങ്കര കണ്ടോ, ഭയങ്കരമായിട്ട് പോലീസും എല്ലാം ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ നമുക്കിനി പരേഡ് നടക്കുന്ന സ്ഥലത്തൊക്കെ പോവാം. അവിടെ ആ ഭാഗത്താണ് യൂഷ്വലി പരേഡ് നടക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയാണ്, സൂപ്പർ. ഗൈസ്, ഞാൻ സുബഹാനെ വിളിച്ച്, പക്ഷെ ഓള് വന്നില്ല. ഓള് പറഞ്ഞു വൈകുന്നേരം വേറെ കൺസേർട്ടൊക്കെ നടക്കുന്നുണ്ട്, ആ സമയത്ത് വരാമെന്ന് പറഞ്ഞ്. പരേഡിങ് അവിടെ ഇല്ല. അപ്പോൾ ഞാൻ ഹാരിക വിളിച്ചപ്പോൾ വിതിൻ ഒരു 20 മിനിറ്റ്സിലാണ് ഞാൻ ഉറങ്ങിക്കിടക്കുന്നത്. ഏതായിട്ട് നോക്ക്, അത് ഭംഗി. ഇതാട്ടോ ഇവിടുത്തെ കോപ്സ് ക്രോസ് ചെയ്യും. അത് നല്ല ഭംഗിയിട്ട് കാണാൻ, നല്ല രസമുണ്ട്. സിറ്റി സെൻ്ററാണ് ഇവിടുത്തെ ഇത്. അയ്യോ അവന് ഓടി, ഞാൻ പോയി. നല്ല ഭംഗിയുണ്ട്. ഒത്തിരി ജനങ്ങളുണ്ട്, എല്ലാവരും ഈ പരേഡ് കാണാൻ വന്നിട്ടുണ്ട്. കണ്ടോ കണ്ടോ ഗൈസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നോക്കിയ ഒരു വരിയായി നിൽക്കാം. ഫൈനലി നമ്മൾ പരേഡ് കാണാൻ പോവുകയാണ്. എവിടെയെന്ന് അറിയത്തില്ല, തപ്പണം. ഇത് ഞാൻ എൻ്റെ ലാസ്റ്റ് ഓനോടി. ഹായ്, എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ് ഇവിടെ ഉണ്ട്. ഹാരിക, ഹലോ ഗായ്സ്, സേ ഹലോ, ഹായ്. വ്ളോഗ് ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഹലോ ഹലോ. ഓക്കെ, നമ്മൾ ഇവിടെ എത്തി. ഇനി നമുക്ക് വിക്ടറി ഡേ കാണാൻ പോവാ. നമ്മള് യൂണിവേഴ്സിറ്റി അപ്പുറാട്ടോ, യൂണിവേഴ്സിറ്റീൻ്റെ റിവർ സൈഡിലാണ് പൊതുവെ. ഇവിടെ ആകെ ഒരു യൂണിവേഴ്സിറ്റിയും ഒരു എഞ്ചിനീയറിംഗ് കോളേജേ ഉള്ളൂ ഈ ഒരു പ്ലേസിൽ. കണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഒന്നും നിർത്തുന്നില്ല. നിങ്ങൾ സമ്മറിൽ, ഇത് വിന്റർ മാറി സമ്മർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ആട്ടോ. മാർച്ചാണ്, മാർച്ച് 9-ാം തീയതിയാണ് വിക്ടറി ഡേ. കുറച്ച് ദിവസങ്ങളുണ്ട്. മാർച്ച്, ബ്രോ ക്യാൻ യു സേ വിച്ച് ഡേറ്റ് വിക്ടറി ഡേ ഈസ് സ്റ്റാർട്ടിങ്? ലൈക്ക് only March 9 or on March 9th? On only March 9th Victory Day. Sorry, May 9th. May 9th. Sorry, May 9. No, 2 days, 3 days like that way. They got the victory. Okay, fine. Okay, fine. All right. Okay. ഇത് ഇവിടുത്തെ പാർക്കും കാര്യങ്ങളാണ്. നമ്മൾ പോകുന്ന റിവർ സൈഡിലേക്കാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് റിവർ സൈഡിലേക്ക് പോയിട്ട് കാര്യങ്ങൾ കാണാം. ഞാൻ വീഡിയോ ഒന്നും ഓഫ് ചെയ്യുന്നില്ല, അന്നേരം നിങ്ങൾക്ക് ഇവിടെ ആൾക്കാരെയും കൾച്ചറും എങ്ങനെയെന്ന് അറിയാൻ പറ്റും. ഞാൻ ആക്ച്വലി വീഡിയോൻ്റെ ഇൻട്രോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ടാക്സി വന്നപ്പോൾ ചാടിപ്പടഞ്ഞിട്ട് ഓടി വന്നതാ. ഓക്കെ, നമുക്ക് പോവാം. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മളുടെ നീറ്റിൻ്റെ അഡ്മിഷൻ, ലൈക്ക് നീറ്റിൻ്റെ പരീക്ഷ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ പിള്ളേർ മെസ്സേജ് അയച്ച് ചോദിച്ച്, ഇപ്പോൾ വാറൊക്കെ ഇരിക്കുന്ന ടൈമല്ലേ, അപ്പോൾ റഷ്യ സേഫാണോന്ന്. റഷ്യ വളരെ സേഫാണ്. 2 കൊല്ലമായി വാറ് തുടങ്ങിയിട്ട് ഇതുവരെ നമുക്ക് വാറിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടില്ല. വി ആർ വളരെ സേഫ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഒരു പേടിയും പേടിക്കണ്ട, പഠിക്കാൻ പോകുന്നേക്ക്. പിന്നെ നീ നാട്ടിൽ കിട്ടിയില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കാൻ നിൽക്കണ്ട. ഹബീബി, കം ടു റഷ്യ ഓർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൺട്രീസ് ചൂസ് ചെയ്ത് മെഡിക്കൽ പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് FMG എഴുതാം. FMG എനിക്ക് തോന്നുന്നുണ്ട് നീറ്റിൻ്റെ അത്രയും സ്ട്രെസ് ഇല്ല ഗൈസ്. നോ നെഗറ്റീവ് മാർക്കിംഗ്, നത്തിങ്. സോ ഇറ്റ്സ് ബെറ്റർ. നിങ്ങൾ ഈ നീറ്റ് എഴുതി വർഷങ്ങൾ കാണുന്നതിനും ഭേദം ഈ FMG എഴുതിയെടുത്താൽ മതി. ഓക്കെ, കോമ്പറ്റേറ്റീവ് എക്സാം അല്ല. ഓക്കെ, ഓക്കെ. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ റിവർ സൈഡിലെത്തി. ഫുള്ള് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ്റെ കൊടികൾ അങ്ങനെ നിർത്തിയേക്ക. ഒരു നല്ല
ഒരു ഉറക്കം തൂങ്ങുന്ന പാട്ടെല്ലാം ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കി നോക്കാം. നോക്ക് നോക്ക് മിലിറ്ററിന്റെ ഷിപ്പെല്ലാം അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കണ്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം മാർച്ചിക്ക്. ഗൈസ് നടന്ന് നമ്മളുടെ എല്ലായിടത്തും പോലീസ് പ്രൊട്ടക്ഷൻ ആട്ടോ. ഇതൊക്കെ പോലീസാണ് കണ്ട. ഫൈനലി നടന്ന് നമ്മളുടെ യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ട്. ആദ്യമേ യൂണിവേഴ്സിറ്റിന്റെ ലൊക്കേഷൻ ഇട്ടാൽ മതിനു. ഇതിപ്പോ വളഞ്ഞു മൂക്ക് പിടിച്ചിക്ക്. ഇതാണ് നമ്മളെ യൂണിവേഴ്സിറ്റി ആട്ടോ മൊത്തം. ഇത് മെയിൻ റോഡും യൂണിവേഴ്സിറ്റി. എല്ലാ വണ്ടിയിലും റെഡിന്റെ കൊടിയുണ്ട്. ബസ്സിൽ വരെ ഉണ്ട് റെഡിന്റെ കൊടി, റെഡ് ഫ്ലവർ എല്ലാം ഉണ്ട്. ഓക്കെ, ഇതിന്റെ കഥകൾ അറിയാവുന്നവര് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ഞാനിങ്ങനെ പറഞ്ഞ് കഷ്ടപ്പെടണ്ട. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞേ ഈ വിക്ടറി ഡേ ഇവര് സെലിബ്രേറ്റ് ചെയ്യണ എന്താന്ന് വെച്ചാല് നമ്മളുടെ സോവിയറ്റ് യൂണിയൻ ജർമ്മനി ആയിട്ടുള്ള വാർ വോൺ ചെയ്തതാണ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവര് വിക്ടറി ഡേ ആയിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ 2 കൊല്ലം മുമ്പാണ് ഇവർ വാർ വോൺ ചെയ്തത്. അതായത് ജർമ്മനിനായിട്ട് ഹിറ്റ്ലർ ഉണ്ടല്ലോ, ഹിറ്റ്ലറിനായിട്ട് വോൺ ചെയ്ത വാർ. ഓക്കെ, അപ്പം ഇതാണ് കണ്ടോ, ഫുള്ള് നല്ല അടിപൊളിയായിട്ട് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാ ഏരിയാസിലും എല്ലാ സിറ്റിയിലും ഇതുപോലെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. എല്ലാവരും ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ഫുള്ളി കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ്. ക്ലാസ്സസോ ഒന്നുമില്ല. ഓക്കെ, കുറേ ജനങ്ങളുണ്ട്. എല്ലാ ജനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ഗൈസ് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഹിസ്റ്ററി അറിയാവുന്നവരുണ്ടാവുമല്ലോ, ഓരോന്ന് പറഞ്ഞ് താഴെ എന്നെ തിരുത്താം. അപ്പോൾ ബാക്കിയുള്ളവർക്കത് മനസ്സിലാവും. കണ്ടോ, കംപ്ലീറ്റ് പോലീസ് പ്രൊട്ടക്ഷനാണ്. കണ്ടോ, ഇത് ഇവിടുത്തെ പോലീസിൻ്റെ വണ്ടിയാണ്, സ്കോഡയാണ്. ഓക്കെ, ഇത് നമ്മളെ യൂണിവേഴ്സിറ്റി ആട്ടോ. ഇതിലെയാണ് എൻട്രൻസും കാര്യങ്ങളും. കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പരിചിതമായിരിക്കും. എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് ഇതിലേ അങ്ങ് ആദ്യമേ പോയാൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ വേറെ വഴി വളഞ്ഞു മൂക്കുപിടിച്ച്. ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് തോന്നുന്നു. ഇവിടെയാണ് സാധാരണ ഇൻ കേസ് മാർച്ചിൽ ഒക്കെ പങ്കെടുക്കണമെങ്കിൽ, റാലിക്ക് പങ്കെടുക്കണമെങ്കിൽ വേറെ വലിയ ക്യൂ ഉണ്ട്, അങ്ങോട്ട് പോകണം. അപ്പം നമ്മൾ അതിനൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല. കാരണം ആ ക്യൂ അങ്ങ് അറ്റത്തുനിന്ന് ഞാൻ ആദ്യം കാണിച്ചില്ലേ, അവിടെ നിന്നാണ് ഈ ക്യൂ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ക്യൂ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഈ പതുക്കെ പഴുതാരി എഴുന്ന പോലെ എഴഞ്ഞ് വരിക. അതൊരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്. ഹരിക അർച്ചത് എനിബഡി മിസ്ഡ്. ഓക്കെ, വെങ്കട്ടിനെ കാണുന്നില്ല, അതാ തപ്പുന്നേ. കുതിരയെല്ലാം ഉണ്ട് അവിടെ, കുതിരയെല്ലാം ഉണ്ട്. കംപ്ലീറ്റ്ലി റെഡ് കൂടിയാണ്. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, ഈ പ്ലക്കാർഡ് പിടിച്ച് ഈ വ്യക്തിയാണ് ഇവർക്ക് വിക്ടറി നേടിക്കൊടുത്ത വ്യക്തിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഈ പ്ലക്കാർഡ് പിടിച്ചും പിന്നെ നമ്മളുടെ മറ്റേ കൊടി, റഷ്യൻ്റെ കൊടി എല്ലാം പിടിച്ചിട്ടാണ് ഈ വരുന്നത്. കണ്ടോ, എല്ലാം ഉണ്ട്. കൊള്ളാം. ഇത് ആക്ച്വലി നമ്മളെ യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ട് ബാക്കിലാട്ടോ. ഇത്രയും കാലം പ്രതിമ ആരാന്ന് നമുക്ക് മനസ്സിലായില്ല. എല്ലാവരും കൊണ്ടുപോയി ഈ സ്റ്റാച്ചുവിൻ്റെ, യൂണിവേഴ്സിറ്റിൻ്റെ പുറകിലുള്ള ഈ സ്റ്റാച്ചുവിൻ്റെ എടുത്ത് കൊണ്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്നറിയില്ല, ഈ ഫ്ലവർ എല്ലാം കൊണ്ടുപോയി വെക്കുന്നത്. ഓക്കെ, ഇപ്പം മനസ്സിലായി. കാരണം ഇതുവരെ വിക്ടറി ഡേക്ക് പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ബേസിക് നോളേജ് ഒന്നും അറിയാൻ. അതുകൊണ്ടാണ് കണ്ടോ, എല്ലാവരും വരുന്നുണ്ട്. നല്ല വീണ്ടാണ് ഇതൊക്കെ. നമ്മളെ നാട്ടിൽ ഇത് LDFൻ്റെ കുടിയിലുണ്ട്. കൊള്ളാം. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ
തണുപ്പുണ്ട്, അതുകൊണ്ട് എല്ലാവരും ജാക്കറ്റ് ഇട്ട് നടക്കുന്നത്. വിൻ്റർ കുറഞ്ഞ വരാം. കംപ്ലീറ്റ് സെക്യൂരിറ്റിയാണ്, ഫുള്ള് പോലീസും സെക്യൂരിറ്റിയും എല്ലാവരും. ഇത് അടച്ചേക്കാം, ഇത് കുറച്ച് കഴിയുമ്പോൾ തുറക്കുന്ന പറഞ്ഞു. ഒരു 30 minutes കഴിഞ്ഞാൽ ഇതെല്ലാം ഓപ്പൺ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അന്നേരം ഞാൻ നിങ്ങൾക്ക് അവിടുത്തെ വ്യൂവും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കണ്ടോ ഇത്ര ജനങ്ങളുണ്ട്, കുറേ ജനങ്ങളുണ്ടോ. എല്ലാവരും വിക്ടറി ഡേ കഴിഞ്ഞ് വരിക. കൊള്ളാം, നല്ല രസമുണ്ട്. ബാഡ്ജും മ്യൂസിക്കും ആ റെഡ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറും എല്ലാം കൊള്ളാം. ഇത് കുറച്ച് കഴിഞ്ഞപ്പം ഇത് തുറന്നു. നമുക്ക് അതിൻ്റെ ഇതൊക്കെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് പൂട്ടിയിരിക്കണം. ആക്ച്വലി നമുക്ക് ഇതുപോലത്തെ സെക്യൂരിറ്റി പോസ്റ്റസ് ഉണ്ട്. ഇത് കടന്നിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ. ആ ഭാഗത്ത് കൊണ്ടിട്ടോ ഇതുപോലെ കുറേ പോസ്റ്റസ്. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് ഉള്ളിൽ പോവാം. ഓക്കെ, ഒരു നീണ്ട ക്യൂ ആണ്. ഇതിൻ്റെ പുറകെ പോയി നിൽക്കണം, എന്നാലേ കയറാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി പതുക്കെ പുറകെ പോയി നിൽക്കാം, എന്നാലേ കയറാൻ പറ്റുള്ളൂ. ഒരു നീണ്ട വലിയ ക്യൂ നോക്കിക്കോ, ഫുള്ള് ക്യൂ. കൊള്ളാം, നല്ല രസമുണ്ട്. അവിടെയുണ്ട് ഇതുപോലെ തന്നെ, നോക്കിക്കോ വലിയ ക്യൂ അവിടെയുണ്ട്. നല്ല രസമുണ്ട്. അതാ യൂണിവേഴ്സിറ്റി, നോക്കൂ യൂണിവേഴ്സിറ്റി. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ പോയി നിൽക്കാം. അടില്ലേ, അവിടെ കുതിര എല്ലാം ഉണ്ട് ഗൈസ്, കുതിര. നമുക്കിനി ലൈൻ കടന്നിട്ട് വേണം ഉള്ളിൽ പോകാൻ. നല്ല ഭംഗിയുണ്ട് അമ്മച്ചിമാരെ കാണാൻ. കൊള്ളാം അമ്മച്ചിമാർ. ആംബുലൻസും ഒരു ഇത് നടക്കുമ്പോൾ അതിനെ പറ്റി എല്ലാ സെറ്റപ്പും ഉണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയാൽ മെഡിക്കൽ ആംബുലൻസ്, മെഡിക്കൽ ടീം കണ്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. വരുന്നുണ്ട്. ഇതാണ് വിക്ടറിയുടെ, നോക്കിക്കോ. ടിവിയും വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഫ്രീഡം കിട്ടിയ ആള്. ഇയാളെടുത്ത് കൊണ്ടുപോയിട്ടാണ് എല്ലാവരും പൂവെല്ലാം വെക്കുന്നത്. Maybe we can go there. Let's go. നമുക്ക് ഇനി റിവർ സൈഡിൽ പോകാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. കൊള്ളാം, നല്ല മ്യൂസിക്കും എല്ലാം വെച്ചിട്ടുണ്ട്. എനിക്കോ ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കഴിച്ചു. നമ്മളെ യൂണിവേഴ്സിറ്റിന്റെ ബാക്ക് സൈഡ് ആട്ടോ. വാവ്, ഈ ഒരു വ്യൂ കൊള്ളാം, നോക്കിക്കോ. मिलिट्री ऑफिस उधर से एंट्री.
ആര് ചിന്തിക്കും? പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് കണ്ടോ, നല്ല ചൂടാക്കിയിട്ട് ഫുഡെല്ലാം കൊടുക്കുന്നത് കണ്ടോ, നല്ലുണ്ട്, നല്ല ഹൈജീനിക് ആയിട്ട് ഗ്ലൗ ഒക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ അതിന്റെ ക്യൂ നിങ്ങൾ കണ്ടോ, കണ്ടോ ഇത്രയും ക്യൂ ഉണ്ട്. എന്തായാലും ഇന്ത്യൻ്റെ അത്രയും കുഴപ്പമില്ല, വലിയ ക്യൂ ഇല്ല, എന്നാലും ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ക്യൂ തോടി അങ്ങ് അറ്റം വരെ ക്യൂ ഉണ്ടായേനെ. നോക്കിയോ, നല്ല രസമുണ്ട്. പോയി ടെസ്റ്റ് ചെയ്യണോ എന്നാണ് ഞാൻ നോക്കുന്നത്. ചായ ഒക്കെ ഉണ്ട്, ചായയും വേറെ എന്തൊക്കെയാ കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ആ ചായയും ഗ്രേച്ചിയാ കൊടുക്കുന്നത്. ഓക്കെ, ഫുള്ള് റഷ്യന്റെ കൊടി കൊണ്ട് ടെന്റ് ഉണ്ടാക്കിയേക്കണം. നോക്കിയോ, നല്ല രസമുണ്ട്. നമ്മളുടെ ഓരോ സ്ഥലത്തും ഇതുപോലെ ക്യാൻഡിൽസും പിന്നെ ഇങ്ങനെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ റെഡ് മാർക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ, മാർക്ക് ചെയ്തു 27 ജൂലൈ 1943, 28 ജൂലൈ. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് വാർ നടന്ന ടൈമാണ്. അപ്പം ഈ വാർ നടന്ന ടൈമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരില്ലേ, ഒരു മരിച്ച ഡേറ്റ്സിൽ ഇവര് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഫ്ലവറൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കണ്ടോ, ഓരോ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ മരിച്ചത് കണ്ടോ. ഇതും അതെ ഭയങ്കര വിഷമത്തിൽ ഇയാള് വന്ന് നോക്കുന്നുണ്ട്. എന്തോ വലിയ എനിക്ക് മനസ്സിലാവുന്നില്ലേ, ഇതെന്തെങ്കിലും പങ്ക് വഹിച്ചിട്ടുണ്ടോ? ഇത് മറ്റേ ജീവിയല്ലേ, സീകളോ അങ്ങനെ എന്തോ പറയുന്നൊരു ജീവിയാണ്. അതിന്റെ മേത്തും കുറെ കൊണ്ടുപോയി പൂക്കളും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ആക്ച്വലി why they put this flowers for this animal also? It's like a private. Okay. I think it's a symbol of. Oh, symbol. Maybe symbol ആയിരിക്കും എന്തെങ്കിലും. കണ്ടോ, there we can see military ship. Okay. ഇത് ആക്ച്വലി സോവിയറ്റ് ആയിട്ടുള്ള പോറേജ് ഇവിടെ എല്ലാവർക്കും വിക്ടറി ഡേക്ക് കൊടുക്കുന്നുണ്ട്. ഗ്രേച്ചയും ബീഫ്, ഗ്രേച്ച വിത്ത് ബീഫ് കണ്ടോ, എല്ലാവരും തിന്നുന്നുണ്ട്. അതുണ്ട് സോവിയറ്റ് പോറേജ്, നല്ല രസമുണ്ട്. അപ്പൊ ആ ഒരു ഡേ എങ്ങനെയാണ് കടന്നുപോയത് അതുപോലൊക്കെ ഇവര് സെറ്റപ്പ് ആക്കിയിരിക്കാം. മിനി ഇവിടെ ഉണ്ട്, ആ ഭാഗത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണത്തിന്റെ ക്യൂ വേറെ ഒന്നല്ല, ലൈക്ക് സോവിയറ്റ് ടൈമില് അവര് കൊടുത്തിരുന്ന പോറേജാണ്. ഓക്കെ, കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. നോക്ക് ഇത്ര പേര് ഫുഡൊക്കെ കഴിച്ചിട്ടും വിക്ടറി ഡേ ആയിട്ടും
അവർ ആ വേസ്റ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഫുള്ള് കംപ്ലീറ്റ്ലി ക്ലീനാണ്. കണ്ടോ, അവർ ആ മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം കണ്ടോ, കംപ്ലീറ്റ്ലി ഒരു സ്ഥലത്ത് പോലും ഒരു വേസ്റ്റും അങ്ങനെ അനാവശ്യമായിട്ട് അവർ ഇട്ടിട്ടില്ല. എല്ലാവരും ആ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് ഇട്ടിട്ട് എല്ലാം വേസ്റ്റ് മാനേജ്മെൻറ്റ് നല്ലോണം ചെയ്തിട്ടുണ്ട്. വാറിൻ്റെ ഡേറ്റ് എല്ലാം ഇങ്ങനെ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. ആക്ച്വലി മെയ് നോക്കിയോ, എല്ലാം എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു സ്പോട്ടില്ലേ, അങ്ങോട്ട് പോവാ. നോക്ക് ഷിപ്പ് ഏരിയ, നോക്ക് ഷിപ്പ് നോക്കിക്കോ, ഷിപ്പ്. ഫുള്ളിങ്ങനെ ക്യാൻഡിലും എല്ലാം വെച്ച് ഭംഗിയുണ്ടല്ലേ പ്ലേസ് എല്ലാം കാണാൻ. നോക്കിക്കോ, അടിപൊളി, നല്ല സൂപ്പർ സ്ഥലം, നല്ല രസമുണ്ട്. കണ്ടോ, സമ്മറൊക്കെ മാറി, സോറി സമ്മറല്ല, വിന്റർ കഴിഞ്ഞു, മഞ്ഞെല്ലാം ഉരുകി, ഇപ്പൊ പതുക്കെ പതുക്കെ പുല്ലൊക്കെ വന്ന് തുടങ്ങി. കണ്ടില്ലേ, എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. പിന്നത്തെ എല്ലാവരോടും ഹാപ്പി വിക്ടറി ഡേ ഫ്രം റഷ്യ. പിന്നെ എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷം കാര്യങ്ങൾ. കുറേ നാളായി ഞാൻ വീഡിയോ എല്ലാം ചെയ്തിട്ട്, എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല, എങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല. അപ്പം എന്തെങ്കിലും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. പിന്നെന്താ, എല്ലാവർക്കും സുഖമല്ലേ എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ അറിയിക്കുക, എന്തൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വെരി സൂൺ നല്ല പുതിയ പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗുകളൊക്കെ വരുന്നുണ്ട്. എൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിയാറായി. അപ്പം എല്ലാവരും ദുആ ചെയ്യുക. ജൂൺ 27-ാം തീയതിയാണ് എൻ്റെ ഗ്രാജുവേഷൻ. അപ്പോൾ പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ ഒരു എക്സൈറ്റിംഗ് വ്ളോഗ്സ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും മറക്കാണ്ട് വ്ളോഗെല്ലാം വാച്ച് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല അടിപൊളി വ്ളോഗ് വരുന്നുണ്ട്. സെറ്റാണ്. ഇനി പണ്ടത്തെ പോലെ ഒന്ന് ആക്റ്റീവായിട്ട് എടുക്കണം. കുറച്ചൊക്കെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വ്ളോഗൊന്നും ചെയ്യാനും. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് ഈ ഷിപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതും കൂടി കാണിച്ചിട്ട്, എനിക്കറിയത്തില്ല ഞാൻ ഈ വ്ളോഗ് ഇനി വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ് us see what's happening that side. ഓക്കെ, നമ്മളിപ്പോൾ ഷിപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഷിപ്പ് ലാൻഡ് ചെയ്തോടത്ത് എത്തിയിട്ടുണ്ട്. ഷിപ്പ് ലാൻഡ് ചെയ്തോടത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഷിപ്പിനെ ഒന്ന് സൂം ചെയ്തിട്ട് എടുക്കുന്നൊക്കെ. ഷിപ്പ്, അല്ലോ സോറി അടിച്ചു. ഓക്കെ ഓക്കെ, ഇതാണതൊക്കെ. ഷിപ്പൊക്കെ നല്ല ഭംഗിയുണ്ട്, സൂപ്പർ, നല്ല രസമുണ്ടല്ലേ, കൊള്ളാം. ഒരു ഷിപ്പ് അങ്ങനെ അടുപ്പിച്ചിട്ടില്ല, ഇവിടെ വെച്ചേക്കുന്നത്. ദിസ് ടൈം കുറച്ച് അകലെ ലാൻഡ് ചെയ്തേക്കുന്നത്. സൂപ്പർ. वही कैंपस चलो वो शूट कर। കിട്ടിയ ഫുഡ് ഇവിടുത്തെ ഒരു ടൈപ്പ് ഗ്രേച്ചാണ്, തടി വെക്കത്തില്ല. ഗ്രേച്ച, ബീഫ്, ക്യാരറ്റൊക്കെ ഇട്ട ഒരു എരിവില്ലാത്തൊരു ഫുഡാണ്. പിന്നെ ചായയും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എരിവൊന്നുമില്ല, പക്ഷെ എന്നാലും കൊള്ളാം, തിന്നാം. ബീഫിൻ്റെ സ്മെല്ലെല്ലാം ഉണ്ട്. ചായ ഉണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത് അവിടെ. ഓക്കെ, കട്ട് ചെയ്തോ. അങ്ങനെ ഫൈനലി നമ്മളുടെ വിക്ടറി ഡേന്റെ മിലിറ്ററി പരേഡ് നടന്ന സാധനങ്ങളും എല്ലാം എത്തിട്ടോ. സൂപ്പർ, നല്ല രസമുണ്ട്. വാവ്,
സൂപ്പർ. നോക്ക് എല്ലാം കൊള്ളാം. സെറ്റപ്പ് നോക്കിക്കോ. ഇതെന്താ ടാങ്കറാന്ന് തോന്നുന്നു. നോക്കിക്കോ, നമുക്ക് തൊടാനും കാര്യങ്ങളൊക്കെ വരും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ യുദ്ധത്തിന് ഉപയോഗിച്ച ടാങ്കറും കാര്യങ്ങളും കാണുന്നത്. സോ സൂപ്പർ ഗായ്സ്, നല്ല രസമുണ്ട്. സെറ്റ് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ടാങ്കറാ. ഞാൻ തൊട്ടു. അയ്യോ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഭാഗ്യം കിട്ടി. സോ ഹാപ്പി. ഫുള്ള് ഇരുമ്പോണ്ട് നിർമ്മിച്ചതാട്ടോ. കണ്ട, ഇത് പട്ടാളക്കാരാ. നോക്കിയോ, ഒക്കെ പട്ടാളക്കാരാ. വാവ്, സൂപ്പർ. നമുക്ക് ഇനി അവിടെ പോയി. ഓ മൈ ഗായ്സ്, എനിക്ക് ഇത് തൊടാനും എല്ലാത്തിനുള്ള ഭാഗ്യം കിട്ടി. ഓ മൈ ഗോഡ്, നോക്കിക്കോ, സൂപ്പർ, കൊള്ളാം ഗായ്സ്, സൂപ്പർ. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭംഗി എന്ന് വെച്ചാല് ഒരു രക്ഷയില്ല. നോക്കിക്കോ, ഇതെന്തൊക്കെയോ മിസൈലും കാര്യങ്ങളും. നമുക്ക് ഇതിന്റെ മേലെയൊക്കെ കയറിയിരിക്കാം, ഓടിക്കാം ഒക്കെ. ഇതൊക്കെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാട്ടോ ഇവര്. അപ്പൊ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകും. നല്ല ഭംഗിയുണ്ട് കാണാൻ. വാവ്. എനിവേ, എല്ലാം റൊദീനു എന്നാണ് എഴുതിയേക്കുന്നത്. കൊള്ളാം, നല്ലുണ്ട്, നല്ലുണ്ട്. അതും ഈ ഒരു ചുവന്ന കൊടിയും ഉണ്ട്. കൊള്ളാം. ഞാൻ പോയി ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എനിവേ സൂപ്പർ, സോ സൂപ്പർ, നല്ല രസമുണ്ട്. കൊള്ളാട്ടോ. കണ്ടോ മിസൈലെല്ലാം നോക്കാം. മിസൈല് സെറ്റ്, കൊള്ളാം, നല്ല രസമുണ്ട്. അതിന്റെ കൂടെ വന്നവര് കാണുന്നില്ല. സുന്ദരികളായ പട്ടാളക്കാരാ എല്ലാം. നല്ല സുന്ദരി, നല്ല അടിപൊളി. എല്ലാവരും അടിപൊളി കയറിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സൂപ്പർ, കൊള്ളാം, എല്ലാം നല്ല ഭംഗിയുണ്ട് ഗൈസ്. അപ്പൊ ഞാനിവിടെ വെച്ചാല് നമ്മളെ വിക്ടറി ഡേന്റെ ഭാഗമായിട്ട് 1945 എന്താ പറയുക, ഇവർ യുദ്ധത്തിന് വാറിന് ഉപയോഗിച്ച മിഷൻസും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇത് അർഹാങ്കൽസ്കിത്തെ വിക്ടറി ഡേ ആട്ടോ. അതുപോലെ റഷ്യത്തെ എല്ലാ സിറ്റിയിലും ഇതേപോലെ ഇവർ ഉപയോഗിച്ചിരുന്ന വാറിന് ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇതേപോലെ നമുക്ക് കാണാനും അതിൽ കയറാനും എല്ലാ വർഷവും ഇതുപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ഇനി ഞാൻ ഇത്ര അടുത്ത് വന്ന് പറയാൻ കാരണം അവിടെ കളിയാക്കാം. ഓക്കെ, നമുക്ക് കാണാം. അവർ കളിയാക്കും. കാർ ഉപയോഗിച്ചില്ലേ, കാറിൻ്റെ കാണിച്ചു. നാളില് ഇതൊരു കാർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യുദ്ധത്തിന് ഉപയോഗിച്ച കാറ്. പിന്നെ ഇതാണ് മറ്റേ യുദ്ധത്തിന് ഉപയോഗിച്ച അടുത്ത നാളിലത്തെ എന്താ പറയുക ഡ്രസ്സ് ആൾക്കാരെ കൊണ്ടാകും. ടിപ്പറും കാര്യങ്ങളാണ്. അങ്ങനെ പോകുമ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി അത് ഞാൻ നിങ്ങൾക്ക് പതുക്കെ കാണിച്ചു തരാം. ഉപയോഗിച്ച ടെൻ്റ് അടിച്ചിട്ട് ഇതാക്കിയ കാര്യങ്ങളാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് പട്ടാളക്കാരനാണ്.
നമുക്ക് കണ്ടോ ഗണ്ണും കാര്യങ്ങളും ഇതുപോലെ ടെൻറ്റും പട്ടാളക്കാരുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. തിരക്കാനും കൺജസ്റ്റഡും ആണ്. Снеги пали, пали, да растаяли. Наши немцев потрепали, отступать заставили. Наши немцев потрепали, отступать заставили. Моя трудовая деятельность на благо победы началась летом, когда нам вручили путевки и вывезли рыть окопы в тыл Корейского фронта. А еще помогали взрослым во время бомбежек, тушили зажигалки. А чтобы не упали с крыши, нас привязывали веревками. Время было тяжелое. Сеяли и пахали, убирали урожай, выполняли срочные заказы на изготовление лыж, саней, укупорки для боеприпасов, аэродромного и инженерного оборудования 24 часа в сутки. Стояли у станков и операционных столов госпиталей. Их в области было 31. Голодные, но не сломленные. Словно это были не люди, только воля и мужество. А еще мы ходили помогать раненым в госпитале, стирали бинты. На заводе, в Молотовске работали. Незабудки на подоле и на кофте кружева. Бабья доля, прощай, воля, обручальное кольцо. А еще бывает доля уголочком письмецо. Вот тогда на нем сойдется черным клином белый свет. И живот, и сердце бьется, а и доли больше нет. Бабья доля, нас она не ഫൈനലി വിക്ടറി ഡേ. ഇപ്പം ഇനി ഒന്നുമില്ല, ലൈക്ക് കൺസേർട്ട് കഴിഞ്ഞ് പിന്നെന്താ ഇനി ഫയർ വർക്ക് ഉണ്ടാവും. അതിന് ഞാൻ ഇനി വരുമോയെന്നറിയില്ല. പിന്നെ ആകെ ടയേർഡായി, കാലൊക്കെ വേഗം തുടങ്ങി. അന്നേരം ഞാൻ വിചാരിച്ച് പോവാന്ന്. പക്ഷെ ഞാൻ അവിടെ കൺസേർട്ട് കണ്ടു നിന്ന് കുറേ ലൈക്ക് നമുക്ക് എന്തൊക്കെയോ ഇമോഷണലി അവരതിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് അവർ അതിൽ കൂടെ കടന്നുപോയ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആസ് എ വ്യൂവർ എനിക്ക് എന്താ പറയുക, എന്തൊക്കെയോ ഉള്ളിൽ എന്തൊക്കെയോ തട്ടി. ഞാൻ പിന്നെ ചുറ്റും നോക്കിയപ്പോൾ കുറേ പേരൊക്കെ അവിടെ നിന്ന് കണ്ടിരുന്ന ആൾക്കാരൊക്കെ കരഞ്ഞിട്ട് പോണ്. മേ ബി അവർ നിന്ന് ജനിച്ച നാടില്ല, അപ്പോൾ അവർക്കത് തട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. എന്തായാലും ഇവർ ആ ഒരു വാറിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പം ഇനി വീട്ടിൽ പോവാണ്. ഇനി ഫയർ വർക്കിനൊന്നും വരുമോയെന്ന് അറിയത്തില്ല. ഓക്കെ, ഇനി നോക്കാം. അതെ, ബസ് സ്റ്റോപ്പ് അവിടെയാണ്. ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. അതിനുള്ള പരിപാടി. ഓക്കെ, സിഗ്നൽ കാണിക്കുക ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഇനി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യിപ്പിക്കുകയാണ്. ബിക്കോസ് ഫോണിലാണെങ്കിൽ ഒരു തുള്ളി ചാർജ് ഇല്ല. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലെത്തി ബസ് കയറി നേരെ വീട്ടിൽ പോവാം. അങ്ങനെ ചിലപ്പോൾ ഡെഡായി ഉറങ്ങും. അങ്ങനെയാണ്, കാരണം അത്രയും നടന്നിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കൾച്ചർ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇവിടെ ഒരു വിക്ടറി ഡേ റഷ്യൻ്റെ 1945 വിക്ടറി കിട്ടിയത്. അതായത് നമ്മളുടെ ഇൻഡിപെൻഡൻസിനേലും 2 കൊല്ലം മുമ്പാണ് ഓർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അന്നേരം അപ്പോൾ
അന്നാണ് അവർക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതൊക്കെ ഇവരുടെ ഒരു കൾച്ചറും രീതിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇനിയും നല്ല നല്ല വ്ളോഗുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതുവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഇത്രയും കാലം ഞാനൊന്നും ചെയ്യാത്തതിൽ എല്ലാവരോടും സോറി ചോദിക്കണം. എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നാമത് ടൈമില്ല, എൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിയാറായി. ജൂൺ 27-ാം തീയതിയാണ് എൻ്റെ ഗ്രാജുവേഷൻ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ ഞാൻ നാട്ടിൽ വരുവാണ്. ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. ഇൻഷാ അല്ലാ എല്ലാം പോകെ ഞാൻ അറിയിക്കാം. ഓക്കെ, ബൈ.